ഇപ്പോൾ ലീഗിൻ്റെ കാര്യത്തിലാണെങ്കിൽ കഴിഞ്ഞ ഒരു യോഗത്തിൽ ഒരു സമ്മേളന മീറ്റിങ്ങിൽ സാദിഖൽ തങ്ങൾ പോലും പറഞ്ഞു മുഖ്യമന്ത്രിയാകാൻ അർഹതയുള്ള ഒരാൾ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിയെ ഉദ്ദേശിച്ചു. അപ്പോൾ ഈ സ്ഥാനത്തിന് വേണ്ടി പല ആളുകളും ആഗ്രഹിക്കുന്നുണ്ട്. തന്നെ സജീവൻ, ഞാൻ ചോദിക്കുന്നത് ഇവിടെ ശശി തരൂരിനെ കോൺഗ്രസ് ഉപയോഗപ്പെടുത്തിയില്ല, ശശി തരൂരിനെ കോൺഗ്രസ് പ്രയോജനപ്പെടുത്താതെ ഒഴിവാക്കുകയാണ് എന്ന അപഖ്യാതി ആ പാർട്ടി ഈ സന്ദർഭത്തിൽ കേൾക്കേണ്ടി വരുമോ? ഇല്ല. കാരണം തരൂർ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു എന്ന് വരുന്നതോടെ തരൂരിൻ്റേത് അതിമോഹമാണ് എന്ന് പൊതുവെ വിചാരിക്കപ്പെടുമെന്നാണ് എൻ്റെ ചോദ്യം. അതായത് അദ്ദേഹം കഴിഞ്ഞ തവണത്തെ വിജയത്തിൻ്റെ വഴികളെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം ഇവിടെ ഇരുന്നു കൊണ്ട് മോദി അഡ്മിനിസ്ട്രേഷനെ പുകഴ്ത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. എവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം പിണറായി വിജയൻ്റെ ഭരണത്തെ പുകഴ്ത്തുന്നത് കാണുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും സിമ്പതൈസേഴ്സ് പോലും ഇദ്ദേഹം ഒരു മെച്ചപ്പെട്ട നേതാവ്, അദ്ദേഹത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തിയില്ലല്ലോ എന്ന നിരാശയും അതേ ചൊല്ലി നേതൃത്വമുള്ള പഴിയും ഈ ഘട്ടത്തിൽ ഉണ്ടാകുമോ? ഇല്ല. അദ്ദേഹത്തിൻ്റേത് കടന്ന മോഹമാണ്. ഇദ്ദേഹമാണോ നമ്മളെ നയിക്കുന്നത്? മോദിയെ പുകഴ്ത്തുന്ന ആൾ, പിണറായി വിജയനെ പുകഴ്ത്തുന്ന ഒരാൾ, ഇദ്ദേഹം എങ്ങനെ നമ്മളെ നയിക്കും എന്ന ക്വസ്റ്റ്യൻ അതിൻ്റെ സിമ്പതൈസേഴ്സിൽ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഒരു പരിധി കവിഞ്ഞ് പഴി കേൾക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുക ഞാൻ. അല്ല, അവർക്കല്ല, അതില്ല. അതിൽ പ്രശ്നം എന്ന് പറയുന്നത് രണ്ട് തരം രാഷ്ട്രീയ ധാരയുണ്ടല്ലോ. നമുക്കറിയാം ഗാന്ധിയൊക്കെ എടുത്തൊരു നിലപാട്, ശത്രുവിനോട് പോലും എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളോട് പോലും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അതിനെ അംഗീകരിക്കുക എന്ന് പറയുന്ന നിലപാട്, അതിൻ്റെ ഒരു രീതിയായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഇപ്പോൾ നമ്മൾ നോക്കി, ഇപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞ ഒരു വികസനവുമായി ബന്ധപ്പെട്ട കോൺക്ലേവ് ഉണ്ടായിരുന്നില്ല, അതിൽ UDF എടുത്തിട്ടില്ല, VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ എടുത്തുള്ള നിലപാട് സത്യത്തിൽ സർക്കാരിന് ഈ വികസന പരിപാടികളോട് അവർ പൂർണ്ണമായിട്ടും യോജിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം പിണറായി വിജയനെ പ്രകീർത്തിക്കല്ലോ. അത് അങ്ങനെ നിലപാടെടുക്കുമ്പോൾ ഇത് ശരിയായ കാര്യങ്ങളോട് മുഖം തിരിച്ച് നിൽക്കുന്നില്ല എന്നുള്ള തോന്നൽ സ്വാഭാവികമായിട്ടുണ്ടാകും. അതാണ് ശരിയായിട്ട് നിലപാട്. കാരണം എപ്പോഴും ഏത് കാര്യത്തിനും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. നരേന്ദ്രമോദി നല്ല ചെയ്ത് കഴിഞ്ഞാലും ചീത്ത ചെയ്ത് കഴിഞ്ഞാലും അതിനൊക്കെ കുറ്റം പറയുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു രീതി, അതാണ് ശശി തരൂർ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ലേഖനത്തെക്കുറിച്ച് അദ്ദേഹം പിന്നീട് നടത്തിയുള്ള പ്രതികരണം പത്തിൽ പറഞ്ഞത്, ഞാൻ എഴുതിയ ലേഖനം അതിൻ്റെ ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ബോധ്യപ്പെടുന്ന രീതി അദ്ദേഹം പിന്നീട് വിശദീകരിച്ചല്ലോ. അതിൽ പറയുന്ന കാര്യം ഇതാണ്, ഒരാൾ ചെയ്ത നല്ല കാര്യം അത് നല്ലത് എന്ന് പറയുമ്പോൾ മാത്രമേ അദ്ദേഹം ചെയ്തുള്ള ചീത്ത കാര്യങ്ങൾ, അദ്ദേഹം ചെയ്യുന്ന തെറ്റായ പ്രവൃത്തികൾ അതിനെ കുറ്റപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോഴേ ജനത്തിനെ ബോധ്യപ്പെടും. അതൊരു രാഷ്ട്രീയ നിലപാടാണ്. ആ നിലപാട് തെറ്റില്ലാത്ത നിലപാടാണ്. പക്ഷേ നല്ലത് എന്ന് നാം രേഖപ്പെടുത്തുന്നവയെല്ലാം, നല്ലത് എന്ന് നാം സർട്ടിഫൈ ചെയ്യുന്നവയെല്ലാം നല്ലത് തന്നെയാണോ എന്നുള്ള ഒരു മെറിറ്റോറിയസ് ക്വസ്റ്റ്യൻ അവിടെ വേറെ കിടക്കുന്നുണ്ട്.